രാജ്യം നടുങ്ങിയ ഉന്നാവ് പീഡനക്കേസിലെ മുഖ്യപ്രതിയും ബി.ജെ.പി. മുൻ എം.എൽ.എയുമായ കുൽദീപ് സിംഗ് സെർഗാർ ജയിൽ മോചിതനാകുന്നു. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്നാണിത്. പ്രതി പുറത്തിറങ്ങുമ്പോൾ വിധിയിൽ പ്രതിഷേധിച്ച അതിജീവിതയും അമ്മയും ഡൽഹിയിൽ കയ്യേറ്റത്തിനിരയായി. അതിജീവിതയുടെ അമ്മയെ ഓടുന്ന ബസ്സിൽ നിന്ന് CRPF ഉദ്യോഗസ്ഥർ തള്ളിയിട്ടു. കുൽദീപ് സിംഗ് സെൻഗറിന്റെ അപ്പീൽ ഹർജിയിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ശിക്ഷ മരവിപ്പിച്ചു. അതിജീവിതയുടെ വീടിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. പീഡനക്കേസിന് പുറമെ പെൺകുട്ടിയുടെ പിതാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലും കുൽദീപ് കുറ്റക്കാരനാണ്. ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധിച്ച് മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ച അതിജീവിതയുടെ അമ്മയോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണിച്ചത് കൊടും ക്രൂരതയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കാൻ അതിജീവിതയുടെ അമ്മയെ ഓടുന്ന ബസ്സിൽ നിന്ന് CRPF ഉദ്യോഗസ്ഥർ തള്ളിയിട്ടു. അമ്മയെ റോഡിൽ ഉപേക്ഷിച്ച ഉദ്യോഗസ്ഥർ പെൺകുട്ടിയുമായി ബസ് ഓടിച്ചുപോയി. തന്റെ മകളെ അവർ തടവിലാക്കിയിരിക്കുകയാണെന്ന് അമ്മ മാധ്യമങ്ങളോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അതേസമയം മാഠി ഹൌസിലോ ഇന്ത്യ ഗേറ്റിലോ പ്രതിഷേധിക്കാൻ അനുമതിയില്ലെന്നും പകരം അതിജീവിതയെയും അമ്മയെയും ജന്തർ മന്ദിറിലേക്കോ അവരുടെ വീട്ടിലേക്കോ കൊണ്ടുപോകുമെന്നും CRPF ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ അതിജീവിതയെ അപായപ്പെടുത്താനാണ് നീക്കമെന്ന് അമ്മ ആരോപിക്കുകയായിരുന്നു. ഡൽഹിയിലെ 10 ജനപഥിൽ സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു 1 മണിക്കൂർ നീണ്ട വൈകാരികമായ കൂടിക്കാഴ്ച. നീതി ലഭിക്കും വരെ കൂടെയുണ്ടാകും എന്ന ഉറപ്പാണ് രാഹുൽ കുടുംബത്തിന് നൽകിയത്. തങ്ങളെ കൊല്ലാൻ ഉന്നതർ കരുനീക്കുന്നു എന്ന ഭീതിയിലാണ് അതിജീവിതയും. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ കാണാൻ ഇവരെത്തിയത്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. കുൽദീപ് സിംഗിനെതിരെ സുപ്രീം കോടതിയിൽ പോരാടാൻ രാജ്യത്തെ ഏറ്റവും മികച്ച അഭിഭാഷകനെ ലഭ്യമാക്കണം. BJP ഭരണത്തിന് കീഴിൽ തങ്ങൾ കൊല്ലപ്പെടുമെന്ന് ഭയമുണ്ടെന്നും അതിനാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സ്ഥാനത്തേക്ക് താമസം മാറ്റണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുടുംബം പുലർത്താൻ അതിജീവിതയുടെ ഭർത്താവിന് ഒരു ജോലി നൽകണം. ഈ 3 ആവശ്യങ്ങളും രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയും ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ X പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പീഡകർക്ക് ജാമ്യം ലഭിക്കുകയും അതിജീവിതകളെ കുറ്റവാളികളെ പോലെ കാണുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥിതി എന്ത് തരം നീതിയാണ്? നമ്മൾ സാമ്പത്തികമായി മാത്രമല്ല ഒരു സമൂഹമെന്ന നിലയിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, രാഹുൽ കുറിച്ചു. നേരത്തെ മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ച അതിജീവിതയുടെ അമ്മയെ CRPF ഉദ്യോഗസ്ഥർ ഓടുന്ന ബസ്സിൽ നിന്ന് തള്ളിയിട്ടിരുന്നു. ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ ചർച്ചയായ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അതിജീവിത സമയം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അതിജീവിതയെയും കുടുംബത്തെയും സംരക്ഷിക്കുമെന്നും കേസ് സുപ്രീം കോടതിയിൽ ശക്തമായി എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതോടെ ഉന്നാവ് കേസ് വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു.